ഈ തലമുടിയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് തലയോട്ടി വരെ തെളിഞ്ഞ് തുടങ്ങിയേക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെ നാച്ചുറലായിട്ട് ഹെയർ ജെൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ തലയിലൊന്ന് മസാജ് ചെയ്ത് നോക്കിക്കേ. കഷണ്ടിയിൽ പോലും മുടി കിളിർക്കും. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ട് ഉള്ളൊരു നല്ലൊരു ഹെയർ ജെല്ലാണ്. ഇതൊരു രീതിയിലുള്ള കെമിക്കലും ഇല്ല, സൈഡ് എഫക്റ്റും ഇല്ല കേട്ടോ. കുട്ടികൾക്ക് മുതൽ തേക്കാൻ മുടി നല്ല സ്ട്രൈറ്റ് ആയിട്ട് വളരും, നല്ല കറുപ്പും തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ടത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലൊക്കെ ഉണ്ടാക്കി എടുത്ത് ഫ്രിഡ്ജിലേക്ക് 2 ആഴ്ചത്തേക്കൊക്കെ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു 2-3 സ്പൂണോളം വരുന്ന രീതിയിൽ ഫ്ലാക്സ് സീഡ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം 2 ആഴ്ചയോളം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കേട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഇപ്പോൾ 1 സ്പൂൺ 1.5 സ്പൂണോളം വരുന്ന രീതിയിൽ ഫ്ലാക്സ് സീഡ് ഇട്ടിട്ടുണ്ട്. ഇത് റോസ്മെരിയുടെ ലീഫാണ് കേട്ടോ. അപ്പോൾ പച്ച റോസ്മെരിയുടെ ലീഫുകൾ കിട്ടുവാണെങ്കിൽ നിങ്ങളത് ഒടിച്ചിട്ടാലും മതി. അതെല്ലാം നമുക്ക് ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങിയേക്കുന്നതാണ് ഇടണമെങ്കിൽ 1 സ്പൂണോളം അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല തലമുടിക്ക് നല്ല മണവും കിട്ടും. നമ്മുടെ ഈ സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ ഈ മുടിയൊക്കെ ഇങ്ങനെ പോയി ഇങ്ങനെ എന്താ ഈ ഓട്ടി കഴിഞ്ഞ് തെളിഞ്ഞ് വന്നേക്കുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ തേക്കുകയാണെങ്കിൽ ആ പോയേക്കുന്ന ഭാഗത്ത് കൂടെ മുടി പെട്ടെന്ന് കിളിർക്കാനായിട്ട് നല്ല ജെല്ലാണ് ഇത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നത് എന്നാണെന്നറിയാമോ, താരനുള്ള ആളുകൾക്ക് താരൻ്റെ രീതിയിലായിട്ടുള്ള എൻ്റെ ഒരു മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും മാറാനായിട്ട് ബെസ്റ്റാണ് ഉലുവ. പിന്നെ ഉലുവയ്ക്ക് ചെറിയ രീതിയിൽ തണുപ്പുള്ളതുകൊണ്ട് തന്നെ മുടി വളരാനായിട്ട് ബെസ്റ്റാണ്, മുടി കൊഴിച്ചിലും മാറും. അപ്പം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് തണുപ്പ് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതാ ഈ പനിക്കൂർക്കയുടെ ഇല തുളസിയുടെ ഇല ഇട്ടാലും മതി കേട്ടോ. മൂടി വയ്ക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇങ്ങനെ വെന്ത് കുഴഞ്ഞ് വരാവുന്ന രീതിയിൽ ഇങ്ങനെ തിളപ്പിച്ച് കൊടുക്കുക. ഒരുപാട് ഹൈ ലെവലിൽ കൂട്ടിയിടരുത്. നമ്മൾ ഈ പാലൊക്കെ തെളിച്ച് പൊന്തി പോരത്തില്ലേ, അതുപോലെ വെളിയിലിട്ട് പോരും. അപ്പോൾ അങ്ങനെ പോരും. അപ്പം നിങ്ങൾ ഏകദേശം ഒരു 2 കിട്ടുന്ന രീതിയിൽ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ ശരിക്കും വേവിച്ച് കൊടുക്കുക കേട്ടോ. അന്നേരം നമുക്ക് ഇതുപോലെ നല്ലതായിട്ട് വെന്ത് കുറുകി കിട്ടും. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇതേ രീതിയിൽ തന്നെ ചൂടനോടെ തന്നെ പെട്ടെന്ന് ഒരു സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് അങ്ങോട്ട് അരിച്ചങ്ങെടുത്ത് ഒഴിച്ചോളാം കേട്ടോ. ചൂടാറാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെല്ലായതുകൊണ്ട് ചാടിയാൽ പോരത്തില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഫ്ലാക്സ് സീഡിൽ നമ്മൾ അരിച്ച് വെച്ചേക്കണ ഫ്ലാക്സ് സീഡ് കളയണ്ട. അത് നമുക്ക് 2-3 ചെമ്പരത്തിയുടെ ഇലയുടെ കൂട്ടത്തിൽ താളി പോലെ അരച്ച് തേക്കാനായിട്ട് നല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാവേ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഇട്ട് സ്റ്റോർ ചെയ്യില്ല. അപ്പം ഫ്രിഡ്ജിലിട്ട് സ്റ്റോർ ചെയ്യണതിൻ്റെ അതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഈ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കും. സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കുന്നത് മാത്രമല്ല, ഇതിങ്ങനെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഓട്ടിക്ക് നല്ലതാണ്, ഈ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ നല്ലതാണ്. കഷണ്ടിയിൽ പോലും മുടി കിളിർക്കുന്നുണ്ട് പറയുന്നത്. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടുള്ള നല്ലൊരു ഹെയർ ജെല്ലാണിത്. അപ്പം ഇതിനകത്തേക്ക് നമ്മളിങ്ങനെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളും കൂടി പൊട്ടിച്ചെടുത്ത് ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല, അത്രയ്ക്ക് റിസൾട്ടാണ്. ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞേക്കുന്ന ഒരു ഹെയർ ജെല്ല് കൂടിയാണ് ഇത്. പിന്നെ നല്ല രീതിയിൽ ഓട്ടിയൊക്കെ തെളിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ടീമുകളൊക്കെ ഉണ്ടെങ്കിൽ ആവണക്കെണ്ണ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടപ്പം കമൻറ്റ് വന്നിട്ടുണ്ടായി, ആവണക്കെണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മണമാണ്. അപ്പം ഒരിക്കലും ആവണക്കെണ്ണ നമ്മൾ ഇതുപോലെ ഒരുപാട് മിക്സ് ചെയ്ത് കൊടുക്കുന്നില്ലല്ലോ, കുറച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ റോസ്മെരിയുടെ ലീഫും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ജെല്ലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഒരിക്കലും മണം വരത്തില്ല. നമുക്ക് റോസ്മെരിയുടേതായ ഒരു നല്ലൊരു മണമുണ്ട്, ആ ഒരു മണമായിരിക്കും നമ്മുടെ തലമുടിക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ജെല്ലിയായി വരും. കണ്ടില്ലേ, നമ്മൾ അലോവേരയുടെ ജെല്ലൊക്കെ കടയിൽ നിന്ന് വാങ്ങത്തില്ലേ, അതുപോലെ ജെല്ലായിട്ട് കിട്ടും. ഇത് നിങ്ങൾ ബോട്ടിലാക്കിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും സ്പ്രേ ബോട്ടിലൊക്കെ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഒറ്റ ചാടലങ്ങ് ചാടിപ്പോരും. കാരണം കണ്ടില്ലേ, ജെല്ലി ആയതുകൊണ്ട് നമ്മൾ എടുക്കുമ്പം പുറത്തേക്ക് ചാടിപ്പോരും. അതല്ലെങ്കിൽ പോലും നമ്മൾ കുളിക്കാൻ നേരത്തെ തലയിലേക്ക് ഈ ജെല്ല് ഇങ്ങനെ തന്നെ എടുത്ത് അങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ കീപ്പോട്ട് ചാടിപ്പോരുള്ളൂ, നമ്മുടെ തലയിലാവില്ല കേട്ടോ. കാരണം തെന്നലോ കൂടുതലാണ്. അപ്പം ഇതുപോലെ കുറച്ച് വീതം കയ്യിലേക്ക് എടുക്കുക. കയ്യിലേക്ക് എടുത്തിട്ട് കൈ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുളിക്കാൻ നേരത്ത് പിന്നെ ഓയിൽ തലയിൽ തേക്കണ്ട. ഇതിങ്ങനെ കയ്യിലേക്ക് എടുത്തിട്ട് നിങ്ങൾ ബോയ്സൊക്കെ ആണെങ്കിലും തലയിൽ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഇത് കളയണ്ട കേട്ടോ. ഇത് നമുക്ക് താളി പോലെ അരച്ച് തലയിൽ തേക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ചെമ്പരത്തിയുടെയോ എന്തെങ്കിലും കൂടി ചേർത്തിട്ട് ഇത് നമുക്ക് താളിയായിട്ട് തലയിൽ തേക്കാവേ. പിന്നെ നിങ്ങളുണ്ടല്ലോ, യൂട്യൂബിൽ പിള്ളേരാരെല്ലാം കാണുന്ന വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടല്ലോ നമ്മുടെ ഈ റോസ്മെരിയുടെ പ്ലാന്റ് വാങ്ങാനായിട്ടുള്ളതിനാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാന്റ് ഞാൻ ഇട്ടേക്കാം. പിന്നെ റോസ്മെരി ലീഫും അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സൈറ്റ് കയറി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുവാണെങ്കിൽ വീട്ടിൽ പ്രോഡക്റ്റ് എത്തും കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അപ്പോൾ ഇതുപോലെ നിങ്ങളത് അരച്ചെടുക്കുവാണെങ്കിൽ ഇതിങ്ങനെ സാധാരണ നമ്മൾ താളി പോലെ തലയിൽ തേച്ചിട്ട് വെറുതെ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. എന്നിട്ട് നമ്മൾ ഷാമ്പൂ ഒന്നും മിക്സ് ചെയ്യേണ്ട, പച്ചവെള്ളത്തിൽ നമ്മൾ സോപ്പ് ഇട്ട് എങ്ങനെയാണോ തല കഴുകണം അതുപോലെ അങ്ങനെ കഴുകിക്കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും നല്ല ഉള്ളു കിട്ടും മുടിക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം കേട്ടോ. ഇതുപോലെ കുഞ്ഞു ടിപ്സിനും വീഡിയോസിനൊക്കെ ആയിട്ട് പേജ് ഫോളോ ചെയ്തവർ ആലൊക്കെയാണ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കില്ലേ. ബൈ.